എല്ലാവർക്കും നമസ്കാരം. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട സുപ്രധാന വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുവാനുള്ളത്. റേഷൻ കാർഡ് സംബന്ധമായ വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മുൻഗണനാ വിഭാഗമായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലുള്ളവർ മുഖം തിരിച്ചറിയുന്നതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫേസ് ആപ്പായ മേര eKYC ഉപയോഗിച്ച് നിർബന്ധമായും മസ്റ്ററിംഗ് ചെയ്യണം. ഇപ്പോഴും ചെയ്യാവുന്നതാണ്. എന്നാൽ പൊതുവിഭാഗമായ നീല, വെള്ള കാർഡിലുള്ളവർക്കും ഈ ആപ്പ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. നിർബന്ധമല്ലെങ്കിലും ചെയ്യുന്നതിൽ തടസ്സങ്ങളൊന്നുമില്ല. ഇതെങ്ങനെ ചെയ്യാമെന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് വീഡിയോയുടെ അവസാനം കൊടുത്തിരിക്കാം. മുൻഗണനാ വിഭാഗങ്ങളിലുള്ളവർ മസ്റ്ററിംഗ് ചെയ്തില്ലെങ്കിൽ അവരുടെ പേരുവിവരങ്ങൾ ഈ പോസ്റ്റ് മെഷീനിൽ ലഭ്യമാകാതെ വരികയും ഗുണഭോക്തൃ വിഹിതം ലഭിക്കാതെ ഇരിക്കുകയുമാണ് ചെയ്യുന്നത്. വിദേശത്തുള്ളവർക്ക് ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ശ്രമിച്ചു നോക്കാമെന്ന് കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. കാരണം ജിയോ സെൻസിംഗ് അടിസ്ഥാനമാക്കിയാണ് മേര eKYC ആപ്പ് പ്രവർത്തിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലുള്ളവർക്ക് മാത്രമേ മേര eKYC ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, വിദേശത്തുള്ളവർ റേഷൻ കാർഡിൽ പ്രവാസി എന്ന് രേഖപ്പെടുത്തണം എന്നതാണ് നിയമം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടേതാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളൊക്കെ ഇന്ത്യയിലുടനീളം ബാധകവുമാണ്. റേഷൻ കാർഡിൽ പ്രവാസി എന്ന് രേഖപ്പെടുത്തിയാൽ ഈ പോസ്റ്റ് മെഷീനിൽ പിന്നീട് അവരുടെ പേരുവിവരം ആ ഒരു കുടുംബാംഗത്തിൻ്റെ മാത്രം പേര് വരാതെ ഇരിക്കുകയും ഗുണഭോക്തൃ വിഹിതം ആ കുടുംബാംഗത്തിന് നഷ്ടമാവുകയുമാണ് ചെയ്യുന്നത്. റേഷൻ കാർഡിൽ നോൺ റെസിഡൻറ്റ് കേരളൈറ്റ് NRKയും പ്രവാസിയും ഒക്കെ എങ്ങനെ ഉൾപ്പെടുത്താമെന്നുള്ളതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. പ്രവാസം മതിയാക്കി നാട്ടിൽ തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ക്യാൻസൽ ചെയ്ത വിസ അപ്ലോഡ് ചെയ്ത് പ്രവാസി എന്നത് ഒഴിവാക്കാനും എങ്ങനെ സാധിക്കും എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ചവരെ റേഷൻ കാർഡിൽ നിന്നും ഒഴിവാക്കേണ്ടതും നിർബന്ധമാണ്. ഇത് എങ്ങനെ മരിച്ചവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കാം എന്നതിൻ്റെ ഓൺലൈൻ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. മരിച്ചവരെ ഒഴിവാക്കാതിരുന്നാൽ മാർക്കറ്റ് വിലയനുസരിച്ച് മുൻകാല പ്രാബല്യത്തോടുകൂടി വാങ്ങിച്ച ധാന്യങ്ങളുടെയൊക്കെ ഫൈൻ തിരിച്ചടയ്ക്കേണ്ടി വരികയും ചെയ്യും. 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, 25,000 രൂപയിൽ കൂടുതൽ മാസ വരുമാനമുള്ളവർ, ടാക്സി അല്ലാത്ത 4 ചക്ര വാഹനമുള്ളവർ, ഇതിൽ ഗുരുതര രോഗങ്ങളുള്ളവർക്ക് 4 ചക്ര വാഹനം ഉപയോഗിക്കാം, ഇൻകം ടാക്സ് റിട്ടേൺ അടയ്ക്കുന്നവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവർ എന്നും മുൻഗണനാ റേഷൻ കാർഡായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾക്ക് അർഹരായിരിക്കുകയില്ല. BPL വിഭാഗങ്ങളിലുള്ളവർ APL കാർഡുകളിലേക്ക് മാറുന്നതിന് അതാത് സിവിൽ സപ്ലൈസ് താലൂക്ക് ഓഫീസിനെ നേരിട്ട് സമീപിച്ച് അപേക്ഷ നൽകുകയാണ് ചെയ്യേണ്ടുന്നത്. അതേസമയം അർഹരായ APLക്കാർക്ക് BPL കാർഡുകളിലേക്ക് മാറുന്നതിന് അതാത് സമയങ്ങളിൽ നോട്ടിഫിക്കേഷൻ പത്രമാധ്യമങ്ങളിൽ വരികയും അതേസമയം തന്നെ വെബ്സൈറ്റിലും ഇത് സംബന്ധിച്ച് അറിയിപ്പ് വരും. ആ സമയത്ത് ഓൺലൈനായി അപേക്ഷിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടുന്നത്. ഇതിൻ്റെയും ഓൺലൈൻ പ്രോസസ്സ് അടങ്ങിയ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇങ്ങനെ അപേക്ഷിക്കുന്ന എല്ലാവർക്കും BPLലേക്ക് മാറണം എന്നില്ല. അതിനും വേക്കൻസി ബാധകമാണ്. ഒഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് APL വിഭാഗത്തിൽപ്പെട്ടവരെ BPLലേക്ക് മാറ്റുന്നത്. മുൻഗണനാ വിഭാഗങ്ങളിൽപ്പെട്ട അന്യ സംസ്ഥാനങ്ങളിലുള്ള മലയാളികൾക്കും ഇപ്പോൾ മേര eKYC ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. ഇതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും എൻഡ് സ്ക്രീനിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.